അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തണലിൽ ഈ വിഭാഗത്തെ തണലിടും. അവർ 7 വിഭാഗമാണ് എന്ന് ബുഖാരിയിലും മുസ്ലിമിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്. ഇമാമുൻ ലഹു അദ്ലുൻ വമൻ ഫീ ഇബാദത്തിൻ നശാബിത്തുഖാ ലില്ലാഹി ലാ ബിളലാലി. ഇമാമുൻ ലഹു അദ്ലുൻ, നീതിമാനായ നേതാവ്. വിശദീകരിക്കുന്നില്ല, നമുക്ക് പിന്നെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നീതിമാനായ നേതാവെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആയിക്കൊള്ളണമെന്നില്ല, രാജാവായിക്കൊള്ളണമെന്നില്ല. നേതാവ് എന്ന് പറയുന്ന, നേതൃത്വം എന്ന് പറയുന്നതായ ചാൻസ് ആർക്ക് എവിടെയെല്ലാം ലഭിക്കുന്നു. ഒരു മദ്രസയുടെ മുദീറാവട്ടെ, ഒരു മദ്രസയുടെ അമീദാവട്ടെ, അല്ലെങ്കിൽ കോളേജിൻ്റെ അമീദാവട്ടെ, ഏത് നേതൃത്വം, ഒരു വീട്ടിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാവട്ടെ, അവിടെയെല്ലാം ഇമാമാണ്. ഇമാമായി കഴിഞ്ഞാൽ, ആ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ നീതിമാനായിരിക്കണം. നീതിമാനായിരിക്കണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു കൽപ്പിക്കുന്നത് നീതി ഇവിടെ സ്ഥാപിക്കണമെന്നതാണ്. ഇമാമുൻ ലഹു അദ്ലുൻ വമൻ ഫീ ഇബാദത്തിൻ നശാബിത്തുഖാ ലില്ലാഹി ലാ ബിളലാലി. പിന്നെയോ ചെറുപ്പത്തിലേ ശാബുൻ നശാ ഫീ ഇബാദത്തില്ലാ. എൻ്റെ സദസ്സിലിരിക്കുന്നവരിൽ അധിക പേരും ആരാണ്? യുവാക്കളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യുവാക്കൾ എന്ന് പറഞ്ഞാൽ 40 വരെ ജീവിക്കുന്നവരെ പേര് യുവാക്കൾ എന്നാണ്. 40 കഴിഞ്ഞാൽ കഹിലായി മാറും. പിന്നെയാണ് ശൈബയും വയസ്സുള്ളവരുമായി മാറൽ. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, യുവത്വം തുളുമ്പുന്ന സമയം അതാണ്. ആ സമയത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക. പലപ്പോഴും ഇബ്ലീസിന്റെ വഹി വരും. എന്ത്? പൈശാചിക വഹി. ഇപ്പോഴെന്ത് ഇബാദത്ത്, ഇപ്പോഴെന്ത് നിസ്കാരം, ഇപ്പോഴെന്ത് നീ പള്ളിയിൽ ചടഞ്ഞു കൂടുക, അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. പിന്നെ NOC വരാനാവുമ്പോൾ, മരിക്കാനാവുമ്പോൾ അവസാനം ഒരു അസ്താഗ്ഫിറുല്ലാഹ് പാടിക്കളയാം എന്നൊക്കെ പൈശാചിക വഹി വരും. അത് കൂട്ടാക്കാൻ പാടുള്ളതല്ല. കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്. നാം ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത്? പല വയസ്സുള്ളവർ പ്രത്യേകിച്ച് ഹാർട്ട് ഫെയിലായി മരിക്കുന്നു. പിന്നെ ഉറങ്ങാൻ കിടന്ന് ഉണരാറില്ല, അവിടെ തന്നെ മരണമായി മാറുന്നു. ഇവിടെ തന്നെ മദീനയിൽ ഇപ്പോൾ അടുത്ത് സംഭവിച്ചു. ഉറങ്ങാൻ കിടക്കുന്നു മലയാളി, ആരായിരുന്നാലും വിരോധമില്ല, കിടക്കുന്നു. ഉണരുന്നത് എന്താണ്? കിടക്കുമ്പോൾ പറയാൻ റസൂൽ കൽപ്പിച്ച പ്രാർത്ഥന ഉള്ളതുപോലെ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നീ എന്നെ പിടിക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കണം, അഥവാ എൻ്റെ മൗത്ത് പിടിക്കുകയാണെങ്കിൽ, എന്നെ വിടുകയാണെങ്കിൽ എന്നെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും വേണം എന്ന് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്നത് പോലെ അതാണ് സംഭവിക്കുന്നത്. എന്ത്? അത്രയും പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നാം തൗബയെ നീട്ടിവെക്കാൻ, വസിയത്ത് എഴുതുന്നതിനെ നീട്ടിവെക്കാൻ, ആരാധനകളെ നീട്ടിവെക്കാൻ, ബാധ്യതകളെ നീട്ടിവെക്കാൻ ഒരു ചാൻസും ഒരു പഴുതും ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ട് ഇബാദത്തില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ 7 വിഭാഗം ചെറുപ്പത്തിലേ, യുവത്വം തുളുമ്പുന്ന സന്ദർഭത്തിലേ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന ആ പ്രത്യേകത ഉൾക്കൊള്ളുന്നത് യുവാവായി മാറുകയാണെങ്കിൽ തണലില്ല കാലഘട്ടത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഒരു റിപ്പോർട്ടിൽ അർശിനെ തണൽ കൊണ്ട് തണലിടുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്ന നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഷാബുൻ നശാ ഫി ഇബാദത്തില്ലാ വമൻ ഖൽബുഹു യഹ്വൽ മസാജിദ ദായിമാ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. വമൻ ഖൽബുഹു യഹ്വൽ മസാജിദ്, ഏത് സമയത്തും പള്ളിയുമായി ടച്ചുള്ള ഹൃദയം ഏത് സമയത്തും പള്ളിയോട് ബന്ധമുണ്ടായിരിക്കും. എന്ത്? അള്ളാഹിനോട് ആരാധനയിൽ ആ ഇഹ്സാനോടുകൂടി നമസ്കരിക്കുമ്പോൾ ആസ്വാദനമുണ്ടാകുന്നു. അതുകൊണ്ട് എപ്പോഴും രാത്രി വരുന്നു, ഒന്ന് തഹജ്ജുദ് അള്ളാഹിന്റെ മുമ്പിൽ നമസ്കരിക്കട്ടെ, ഒന്ന് അള്ളാഹിനോട് കേണപേക്ഷിക്കട്ടെ, ഒന്ന് അള്ളാഹിന്റെ മുമ്പിൽ പ്രയാസം പറയട്ടെ, ഒന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാത്തിനോട്, അളമത്തിനോട്, ജലാലിനോട് യോജിക്കുന്ന രൂപത്തിൽ ആ രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങിക്കൊണ്ട് ഹൽ മിൻ സായിലിൻ ഫഉതിയഹു സൂല, ആരുണ്ട് ചോദിക്കാൻ എൻ്റെ അടിമകളിൽ, അവർക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന രംഗം വരട്ടെ എന്ന് കാത്തിരിക്കുന്നതായ ആ പള്ളിയുമായി, നിസ്കാരവുമായി ബന്ധമുള്ളതായ വ്യക്തി ഏത് സമയത്തും പള്ളിയും, പിന്നെ അതുപോലെ തന്നെ പള്ളിയുടെ കമ്മിറ്റിയുമായുള്ള ബന്ധം, പള്ളിയുടെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരുമായുള്ള ബന്ധം, പള്ളിയിൽ വിളക്കുണ്ടോ, വെള്ളമുണ്ടോ, വല്ല ആവശ്യമുണ്ടോ, അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്ത, അതെല്ലാം അതിൽ പെടുന്നു. പള്ളിയുടെ ഇമാറത്ത് മുഴുവനും ഇന്നമായ അമറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഖാമ സ്വലാത്ത വആത സക്ക വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അയ്യകൂനു മിനൽ മുഹ്തദീൻ. ആരാണ് പള്ളി പരിപാലനം നടത്തുക? സത്യവിശ്വാസികൾ, കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്ന ആൾ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ആരാധന നടത്തുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം അറുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, വിധി, വിലക്കുകൾ നടപ്പാക്കി ജീവിക്കുന്ന മുവഹിദായ ആൾക്കാർക്ക് മാത്രമാണ് പള്ളി പരിപാലിക്കാനുള്ള അവകാശം അള്ളാഹ് നൽകുന്നത്. അല്ലാത്തവർ പള്ളി ജീവിതം മുഴുവനും പരിപാലിച്ചാൽ, അബൂജഹൽ പണ്ട് കഅബയെ പരിപാലിച്ചിരുന്നു, മൂപ്പര് പോയത് നരകത്തിൽ
നരകത്തിലേക്കാണ് എന്നതുപോലെയാണ്. കഅബയെ പരിപാലിച്ചവർക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് ഖുർആൻ തന്നെ വ്യക്തമായിട്ട് വിശുദ്ധ ഫുർഖാൻ അളീമിൽ അവരോട് പറഞ്ഞ ശൈലി നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ ഒമൻ ഖൽബുഹു യഹ്വൽ മസാജിദ ദായിമൻ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി വശഖ്സാനി ഫില്ലാഹിൽ കരീമി തഹാബബാ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി. രണ്ട് വ്യക്തികൾ വശഖ്സാനി ഫില്ലാഹിൽ കരീമി തഹാബബാ, രണ്ട് വ്യക്തികൾ, ആ വ്യക്തികൾ ആണാവട്ടെ പെണ്ണാവട്ടെ സ്നേഹിക്കും, എപ്പോഴും നല്ല സ്നേഹബന്ധമാണ്. എന്താണ് സ്നേഹം? എന്തിലാണ് സ്നേഹം? ബിസിനസ്സിൽ വ്യാപാരത്തിൽ പാർട്ട്ണർ ആയതുകൊണ്ടോ അല്ല, രണ്ടാളും ഒന്നിച്ച് ബിൽഡിംഗ് കെട്ടാണ് അതുകൊണ്ടോ, അല്ലെങ്കിൽ രണ്ടാളും ഒന്നിച്ച് ബിസിനസ് നടത്താണ് എന്നതുകൊണ്ടോ, രണ്ടാളും ഒന്നിച്ച് യാത്ര പോവുകയാണ് എന്നതുകൊണ്ടോ, അതൊന്നുമല്ല. വശഖ്സാനി ഫില്ലാഹി, അല്ലാഹുവിൽ സ്നേഹം. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിൽ ദേഷ്യം, അല്ലാഹുവിൽ സ്നേഹം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട വിഭാഗമാണ്, അല്ലാഹുവിന്റെ തണലിൽ തണലിടുന്ന വിഭാഗമാണ്. വശഖ്സാനി ഫില്ലാഹിൽ കരീമി തഹാബബ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി. പിന്നെ ആരാണ്? മുസദ്ദിഖുൻ അഖ്ഫത തസദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത് യുംനാഹു ഇൽമു ശിമാലി. മുസദ്ദിഖുൻ അഖ്ഫത തസദ്ദുഖ, അത് ഇഹ്സാനിന്റെ മെയിൻ നിൽക്കുന്നതായ ഒരു ഭാഗമാണ്. എന്ത്? ധർമ്മം ചെയ്യുമ്പോൾ വലത് കൈ കൊണ്ട് ചെയ്യുന്ന ധർമ്മം ഇടത് കൈ അറിയുകയില്ല, അത്രയും അവ്യക്തമായി ധർമ്മം ചെയ്യുന്ന വ്യക്തി. നമ്മിൽ നിന്നിട്ട് പലരും കാട്ടും പോലെയല്ല, വല്ലതും അറിയാതെ ധർമ്മം ചെയ്തു പോയാൽ തന്നെ അത് പേറിപ്പാടി നടക്കല, അത് ഫോണും ചെയ്ത് പറയല. ഫോൺ ചെയ്യാതെ ഉറക്കം വരൂല. ഏതുവരെ? ആ ചെയ്ത അമല്, ആ ചെയ്ത സദഖ കൊന്നു കയറുന്നത് വരെ. അതല്ല, പിന്നെയോ അത് അവ്യക്തമാക്കി ജനങ്ങൾ അറിയാത്ത രൂപത്തിൽ അല്ലാഹുവിന് മാത്രം അല്ലാഹുവിനെ മാത്രം, അവന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്ന വിഭാഗം. മുസദ്ദിഖുൻ അഖ്ഫത തസദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത് യുംനാഹു ഇൽമു ശിമാലി. വലത് കൈകൊണ്ട് ധർമ്മം ചെയ്തത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ അവ്യക്തമായി ധർമ്മം ചെയ്യുന്ന വ്യക്തി എന്ന്. വഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ ദഅതു ഹാലിൻ മൻസിബിൻ വജമാലി. വഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ, മക്ക ഇമാം ഊന്നി പറഞ്ഞതായ ഇഹ്സാന്റെ വലിയ ഭാഗം നിലനിൽക്കുന്ന ഒന്നാണ്. പരലോകത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു തണലില്ലാ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, പരലോകമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാനിവിടെ വിശദീകരിച്ച മലക്കുകൾ, മുഖറബായ മലക്കുകൾ മുട്ടുകുത്തി ആ നരകത്തിനെ വരവേൽപ്പ് കാണുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗത്തിനെ നരകത്തെ കൊണ്ടുവരാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. 70,000 ചങ്ങല, ഓരോ ചങ്ങല 70,000 മലക്കുകളാണ് വലിക്കുന്നത്. ബുഖാരിയിലുള്ളതാണ്, സഹീഹിലുള്ളതാണ്. ആ രൂപത്തിലുള്ള വരവേൽപ്പ് ജഹന്നമിനെ വലിച്ചു കൊണ്ട് വരപ്പെടും. അപ്പോൾ ഒട്ടുകുത്തിയിട്ട് മുഖറബീങ്ങളായ മലക്കുകൾ വരെ അവിടെ പേടിക്കുന്ന സന്ദർഭമാണ് ഈ പരലോകമെന്ന് പറഞ്ഞാൽ. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യൽ ജനങ്ങളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തണലില്ല കാലഘട്ടമാകുന്ന ആ ലോകത്ത് അവർക്ക് സ്പെഷ്യൽ തണലിട്ട് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അതിൽപ്പെട്ട ആളാണ്. വഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ ദഅതു ഹാലിൻ മൻസിബിൻ വജമാലി. നല്ല തറവാട്ടുകാരിയായ കുലീനയായ പെണ്ണ്, ഭംഗിയുള്ള പെണ്ണ് പറയുന്നു, ആ വായോ വ്യഭിചാരത്തിനെന്ന്. അങ്ങനെ വ്യഭിചാരത്തിനുള്ളതായ കളമൊരുക്കപ്പെട്ടു, എല്ലാ നിലക്കും കളമൊരുക്കപ്പെട്ടു. പക്ഷേ ചാൻസ് അവിടെ ലഭിച്ചതിൻ്റെ ശേഷം ആ പെണ്ണ് പറയുകയുണ്ടായി, മൻഖാല ഇൻദമാ ദഅതു ആലിൻ മൻസിബിൻ വജമാലി. ആ ഭംഗിയുള്ള അഥവാ വ്യഭിചരിക്കാനുള്ള ചാൻസുകളൊക്കെ കളമൊരുക്കി ഉണ്ടാക്കിയത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നാം പറയാറുള്ള സംഭവമാണ്. മാളത്തിൻ്റെ അകത്ത് ചെന്നതായ ഒരു വിഭാഗത്തെക്കുറിച്ച്. ആ വിഭാഗം അള്ളാഹുവിനോട് 3 പേര് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. അതിലൊരു പ്രാർത്ഥനയാണ്, എൻ്റെ ഇബ്നത്ത് അം, എൻ്റെ അളാപ്പയുടെ മകളെ ഞാൻ സ്നേഹിച്ചു, എന്നിട്ട് അവളോട് ഞാൻ വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ടു, അവൾ കൂട്ടാക്കിയില്ല. അവസാനം അവൾക്ക് എന്നെ ആവശ്യം വന്നു, എന്നിലേക്ക് കാശുമായിട്ട് ചോദിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ഞാൻ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവളോട് എൻ്റെ ആവശ്യം നിറവേറ്റി തന്നാൽ കാശ് തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കളമൊരുക്കുകയാണ്. ആ കളമൊരുക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് നൽകിയതായ ഈ ഈമാന് കാരണത്താൽ ആ സഹോദരി ആ വ്യഭിചാരത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അവൾ നിർബന്ധിത അവസ്ഥയിൽ കീഴടങ്ങിയതാണ്. പക്ഷേ അവിടെ വ്യഭിചാരത്തിന് ഏർപ്പെടുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, നിനക്ക് അനുവാദമില്ലാതെ തൊട്ടുപോകരുത്, അനുവാദമില്ലാതെ തൊട്ടുപോകരുത് എന്ന വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആര്? ആ സഹോദരൻ. ഇത്തഖില്ലാ ലാ തഫുദ്ദൽ ഖാതം ഇല്ലാ ബിഹഖ്, അവകാശമില്ലാതെ ഖാതം തൊട്ടുപോകരുത്, അല്ലാഹുവിനെ ഭയപ്പെടണം.
അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന വാക്ക് കേട്ടപ്പോൾ ഇഹ്സാനിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ രംഗമാണത്. അതിൽ വിജയിച്ച ആളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലത്തവരാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വ്യഭിചരിക്കാൻ വേണ്ടി അവിടെ ആ രാജകുമാരി ഉണ്ടാക്കിയതായ അന്തരീക്ഷം പട്ടാളക്കാരുടെ നേതൃത്വത്തിലാണ്. എല്ലാ നിലക്കും ഖസർ പാലസ് സുരക്ഷിതത്വമാണ്, ആരും കടന്നു ചെല്ലൂല. അവളും യൂസുഫ് നബിയും മാത്രം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈതലക്കി വാടോ ഇവിടെ എന്ന് ആവശ്യപ്പെട്ട രംഗം പറയുകയാണ്. ഖാല യൂസുഫ് പറഞ്ഞു മഅദല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവലിന് ചോദിക്കുന്നത് നീ എന്നോട് ആവശ്യപ്പെടുന്ന ഷർറിൽ നിന്നിട്ട് എന്ന് മഹാനായ യൂസുഫാണ് പറഞ്ഞത്. എന്ത് അവിടെ എല്ലാ ചാൻസ് ഉള്ളതോടുകൂടി അവരാണെങ്കിൽ ഭംഗിയിൽ ഭംഗി, അവളാണെങ്കിൽ രാജ്ഞി കൂടിയാണ്, ഇങ്ങനെയുള്ള ചുറ്റുപാടൊക്കെ ഉള്ളതോടുകൂടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ മഹാഗ്രേഡ് ഇഹ്സാനിൽ ഉത്തുംഗശൃംഗത്തിൽ എത്തിയതായ രംഗമാണ് അത്. ഏത് വ്യക്തി, നബിമാർ തന്നെയല്ല, ലോകത്തിൽ ആര് എവിടെ ആ രൂപത്തിലുള്ളതായ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ, ഇഹ്സാൻ ചെയ്യുകയാണെങ്കിൽ, വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തണലിൽ പരലോകത്തിൽ ലോകം മുഴുവനും പ്രയാസപ്പെടുന്ന, ലോകം ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയ പ്രയാസപ്പെടുന്ന രംഗത്തിൽ അവന് സ്പെഷ്യൽ തണൽ ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയാണ്. ഇത് ഇഹ്സാനിന്റെ മറ്റൊരു ഇനം മക്ക ഇനമാം എന്ന് പറഞ്ഞ രംഗമാണ്. പിന്നെ ഒമൻ ദക്കറ റബ്ബൽ മുഹൈമിന ഖാലിയ ഫഫാദത് ബിഹി ഐനാഹു ഖൗഫന ഖാലി. ഒമൻ ദക്കറ റബ്ബൽ മുഹൈമിന, റബ്ബുൽ ഇസ്സത്തിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആരും കാണാത്ത രംഗത്തിൽ കണ്ണുനീര് ധാരാധാരയാക്കി ഒൽപ്പിക്കുന്ന വ്യക്തി വല്ലവരും പരിശ്രമിച്ചിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? അള്ളാനെ പേടിച്ചിട്ട് കരയാൻ. അതെ, നാമൊക്കെ കരയും. ഉമ്മ മരിച്ച വാർത്ത കേട്ടാൽ കരയും, വാപ്പ മരിച്ച വാർത്ത കേട്ടാൽ കരയും, പല പല പ്രശ്നങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി കരയും. വിസ ക്യാൻസലായാലും ചിലപ്പോൾ കരയും. അങ്ങനെ ഭൗതിക നേട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ കരയും. അതേ സമയത്ത് അള്ളാനെ ഭയപ്പെട്ട് കരയാൻ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഒരു ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ? എന്നോട് ഞാനടക്കം, നിങ്ങളോട് നിങ്ങളടക്കം ചോദിക്കണം ഈ ചോദ്യം. ഇങ്ങനെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് മഹാനേട്ടം. ഏത്? അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് കരയാൻ സാധിക്കുക. അൽ ബക്കാഊൻ എന്ന പേരിൽ തന്നെ പുസ്തകമുണ്ട് നമ്മുടെ നേതാക്കളിൽ. അള്ളാനെ ഭയപ്പെട്ട് കരഞ്ഞവരെന്ന തലക്കെട്ടിൽ നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. എത്രയോ നമ്മുടെ നേതാക്കൾ ജീവിതം മുഴുവനും കരഞ്ഞു നടക്കലായിരുന്നു. ഇവിടെ അബൂ തമീമത്ത സഖ്തിയാനി എന്ന മഹാവ്യക്തിത്വത്തെക്കുറിച്ച് അല്പ ആഴ്ചകൾക്ക് മുമ്പ് ഞാനിവിടെ പറഞ്ഞു. മദീനത്തേക്ക് മൂപ്പര് ഇറാഖെന്നവരാണ്. ഇറാഖെന്ന് മദീനയിലേക്ക് വന്നിട്ട് മഹാനായ അബൂ തമീമത്ത സഖ്തിയാനിയെ ഇമാം മാലിക് കണ്ടപ്പോൾ ഇമാം മാലിക് പറയാണ്, ഇറാഖിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുമുണ്ടോ എന്ന്. നല്ല നല്ല മനുഷ്യന്മാർ കുറവാണ് ഇറാഖിൽ എന്നാണ് ഇമാം മാലിക്കിൻ്റെ വെപ്പ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ കരയന്നെ മൂപ്പര്. ഏത് സമയത്തും മദീനത്ത് വന്നിട്ട് പോകുന്നത് വരെ കരച്ചൽ തന്നെയാണ് മൂപ്പർക്ക്. അള്ളാനെ പേടിച്ചുള്ള കരച്ചലാണ് ആ കരച്ചൽ. അങ്ങനെയുള്ള കരച്ചൽ ഉണ്ടാവുക എന്നത് അതാരുടെ ലക്ഷണമാണ്? പരലോകത്തിൽ തണലില്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണലിട്ട് കൊടുക്കുന്നവരുടെ ലക്ഷണമാണ്. ഈ പറഞ്ഞ ഇനങ്ങളിലെല്ലാം പെടാൻ അള്ളാഹു നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.